എല്ലാവർക്കും നമസ്കാരം. TM മിട്ടന്റെ മൂന്നാമത്തെ കഥയാണിത്. ഇതിനു മുൻപ് ചെയ്ത 2 കഥകളുടെ ലിങ്ക് വീഡിയോയുടെ കീഴിലായിട്ട് കൊടുക്കുന്നുണ്ട്. എന്തോ കെന്നത്ത് ആൻഡേഴ്സനും അതുപോലെയുള്ള മറ്റു വേട്ടക്കാർക്കും കൊടുക്കുന്ന പരിഗണന ആരും TM മിട്ടന് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. പലരും തിരിച്ചറിയാത്തതാണ്. ഈ കഥകളൊക്കെ ഒരു ജെമ്മാണ്, ഒരു മുതൽക്കൂട്ടാണ്. അന്ന് മന്നാൻ കണ്ടം ലേലം ചെയ്തു കൊടുത്തിരുന്നില്ല. നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഈ പ്രദേശം മുഴുവനും വയലാണ്, അതായത് കണ്ടം. കാടൊന്ന് വെട്ടിത്തെളിച്ച് വരമ്പിട്ടാൽ വളരെ എളുപ്പത്തിൽ നെൽകൃഷി ചെയ്യുവാൻ സാധിക്കും. ഈ മന്നാൻ കണ്ടം എന്ന് പറയുന്ന സ്ഥലം വേറെ എവിടെയുമല്ല, അടിമാലിയോട് ചേർന്ന് കിടക്കുന്ന വയൽ പ്രദേശമാണ്. നിങ്ങളിൽ പലരും മൂന്നാർ വന്നിട്ടുണ്ടായിരിക്കും. അടിമാലി വരാതെ മൂന്നാർ പോകുവാനായിട്ട് കഴിയില്ല. അടിമാലി ടൗണിനോട് ചേർന്ന്, അതായത് കോതമംഗലം റൂട്ട് വരികയാണെങ്കിൽ വലതുവശത്തായിട്ട് വിശാലമായ കുറച്ച് പാടശേഖരമുണ്ട്. ഇന്നതെല്ലാം മാറിപ്പോയിട്ടുണ്ട്. കണ്ടമെല്ലാം മണ്ണിട്ട് നികത്തി നിറച്ചും വീടുകളായി. ഈ കാര്യം അറിഞ്ഞ് പാലാ, തൊടുപുഴ പ്രദേശങ്ങളിലുള്ള ആളുകൾ വനം വഴി കടന്നു വന്ന് മന്നാങ്കണ്ടത്തിലെത്തിയിട്ട് സ്ഥലം കൈവശമാക്കുവാൻ തുടങ്ങി. ഈ കാര്യം ഇസഹാക്ക് കൊച്ചപ്പനും വേറെ കുറച്ചു പേരും അറിഞ്ഞു. അവരും മന്നാങ്കണ്ടത്തിലെത്തി സ്ഥലം കൈവശമാക്കുവാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വന്ന കൂട്ടർ ഇവരെ തടഞ്ഞു. ആ സ്ഥലം തങ്ങളുടെ കൈവശത്തിലാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് കൊച്ചപ്പനും കൂട്ടുകാരും വേറെ സ്ഥലത്തേക്ക് നടന്നു. ആ പ്രദേശമെല്ലാം കൊടുങ്കാടാണ്. അവസാനം നടന്ന് കണ്ടം പോലെയുള്ള ഒരു സ്ഥലത്ത് വന്നു. അവിടെ അപ്പോഴതാ ഒരു കൂട്ടം കടമാൻ പോത്ത്, അതായത് കാട്ടിപ്പോത്തുകൾ മേഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മനുഷ്യരെ കണ്ടതും അവ ചാടി ഓടുവാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഇസഹാക്ക് കൊച്ചപ്പൻ 1-2 വെടിയും വെച്ചു. ചോര കണ്ടു, വെടിയേറ്റു എന്നുള്ളതിൻ്റെ അടയാളമാണ്. എങ്കിലും ചോട് നോക്കി പോകുവാനായിട്ട് എല്ലാവർക്കും ഭയമായിരുന്നു. അതുകൊണ്ട് ആ ഉദ്യമം ഉപേക്ഷിച്ച് അവർ തിരികെ മടങ്ങി. വനം കൈവശപ്പെടുത്തുവാൻ നിന്നില്ല. ഈ സംഭവം ഉണ്ടായിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ചേർന്ന് വനം കയ്യേറ്റക്കാരെ റെയ്ഡ് ചെയ്തു. കയ്യിൽ കിട്ടിയവരെയെല്ലാം പിടിച്ചു കെട്ടി വാനിൽ കയറ്റി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. രക്ഷപ്പെട്ട മറ്റുള്ളവരാവട്ടെ പോലീസ് പിടിക്കുമെന്ന് ഭയന്ന് കാട്ടിലൂടെ തന്നെ നേരെ തെക്കോട്ടേക്ക് ഓടി. പട്ടിണിയും പാടുമായിട്ട് ഓടിയും നടന്നും ഒരു പ്രകാരത്തിൽ അവരെല്ലാവരും 2-3 ദിവസം കൊണ്ട് അവരവരുടെ വീടുകളിൽ വന്നു ചേർന്നു. വനം കയ്യേറ്റക്കാർ പോയതുകൊണ്ട് അവിടേക്ക് പോയാൽ മറ്റൊരു ഗുണമുണ്ട്. പോത്തിനെ വെടിവെക്കുവാനായിട്ട് നല്ല സൗകര്യമാണിപ്പോൾ, ഇസഹാക്ക് കൊച്ചപ്പൻ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും കൊച്ചപ്പനും 5 ചുമട്ടുകാരെയും കൂട്ടി അടിമാലിയിൽ വന്നു ചേർന്നത്. ആ ചുമട്ടുകാരിൽ ഒരാളുടെ പേര് മാത്രം ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുഴിപ്പള്ളി ഔസേപ്പ്. അന്ന് PWDക്കാരുടെ വകയായിട്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ചൊരു കെട്ടിടമുണ്ട്. വേറെ കെട്ടിടമൊന്നുമില്ല. ചുമട്ടുകാർ അവിടെ വിശ്രമിച്ചു. ഈ സ്ഥലത്തിന്റെ തെക്കുവശമാകട്ടെ പുല്ല് പിടിച്ചു കിടക്കുന്ന കണ്ടമാണ്. ആ കണ്ടത്തിന്റെ മധ്യത്തിലൂടെ ആനയും പോത്തും നടന്നുണ്ടായ തെളിഞ്ഞൊരു വഴിയുണ്ട്. ഞാനും കൊച്ചപ്പനും അതിലൂടെ മുൻപോട്ട് നടന്നു. അങ്ങനെ കുറെ ദൂരം മുൻപോട്ടങ്ങ് പോയപ്പോൾ കിഴക്ക് നിന്നും ഒരു വലിയ കൊമ്പനാന വരുന്നു. ഞാനും കൊച്ചപ്പനും വനത്തിന്റെ ഉള്ളിലേക്ക് കയറി വഴി മാറിക്കൊടുത്തു. അവനാകട്ടെ ഒരു സേനാനിയുടെ ഗാംഭീര്യത്തോടെ തലയെടുപ്പുമായിട്ട് അവന്റെ വഴിയിലൂടെ തന്നെ പടിഞ്ഞാറേക്ക് പോയി. ഞങ്ങൾ വീണ്ടും വഴിയിലേക്ക് വന്ന് നേരെ കിഴക്കോട്ടേക്ക് നടന്നു. പിന്നീട് വന്നത് ഒരു വലിയ ആനക്കൂട്ടമാണ്. വഴിയാകെ നിറഞ്ഞാണ് അവർ വരുന്നത്. ഞാനും കൊച്ചപ്പനും വേഗം അടുത്ത് കണ്ടൊരു മരത്തിൽ കയറി. ആനക്കൂട്ടമായതുകൊണ്ട് അധികം പേടിക്കുവാനില്ല. അവർ കടന്നുപോയാൽ ഞങ്ങൾക്ക് വീണ്ടും വഴിയിലിറങ്ങി മുൻപോട്ട് നടക്കാം. എന്തായാലും ഞങ്ങളുടെ ഗന്ധം അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ആനകളെല്ലാം കുറുകലും നിലവിളിയുമായിട്ട് നേരെ പടിഞ്ഞാറേക്ക് ഓടിപ്പോയി. ഞങ്ങൾ താഴെ ഇറങ്ങി വീണ്ടും മുൻപോട്ട് നടന്നു. ഇത്തവണ അല്പം വേഗത്തിലാണ് നടന്നത്. കാരണം നേരം ഇരുട്ടുവാനായിട്ട് തുടങ്ങുകയാണ്. അധികം നടക്കേണ്ടി വന്നില്ല. പോത്തുകൾ പതിവായിട്ട് മേയുവാനായിട്ട് വരുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഞങ്ങൾ 2 പേരും ഓരോ ഒളികൾ വീതം കെട്ടി. 2 ഒളികൾ തമ്മിലും 2 ഫർലോങ് ദൂരം അകലമുണ്ട്. അങ്ങനെ നേരം രാത്രിയായി. ഞങ്ങൾക്ക് 2 പേർക്കും ഭയമില്ല. കാരണം 2 പേരുടെയും കയ്യിൽ 405 വിഞ്ചസ്റ്റർ റൈഫിളാണുള്ളത്. അങ്ങോട്ടേക്കൊന്ന് നീട്ടിയാൽ മതി. 5 സെക്കൻഡ് തികച്ചു വേണ്ട. 10 വെടിയും ഒരുമിച്ച് വീരും. ഞങ്ങൾ 2 പേരും നല്ല വെടിക്കാരാണെന്ന് നാട്ടിലാകെ പ്രസിദ്ധവുമാണ്. അത് ശരിയുമാണ്. വെറും പ്രസിദ്ധി മാത്രമല്ല, ഞങ്ങൾ 2 പേരും യഥാർത്ഥത്തിൽ നല്ല വെടിക്കാരുമാണ്. ഇരുട്ട് വീഴുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒളിയിൽ കയറി പറ്റി. അപ്പോൾ കേൾക്കുന്നു വടക്കുവശത്തുള്ള കൊടിമുടിയിൽ നിന്നുമായിട്ട് ഒരു വലിയ ശബ്ദം. ഒരു കടുവ മുരളുന്ന ശബ്ദമാണ്. തോക്കിന്റെ ബലമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. അങ്ങനെ രാത്രി 7:30 മണിയായി. അപ്പോൾ കേൾക്കുന്നു ദൂരെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുമായിട്ട് ഒരു വലിയ ശബ്ദം. ഒരു ഒറ്റയാൻ പോത്ത് വരുന്നതാണ്. അവൻ ഒച്ച വെച്ചുകൊണ്ട് അടുത്തേക്ക് വരികയാണ്. അതിൻ്റെ ഒച്ച കേട്ടാൽ ആരും ഒന്ന് നടുങ്ങിപ്പോവും. ആന അലറുന്ന ഒച്ചയുണ്ട്. എന്നാൽ ശബ്ദത്തിന്റെ രീതി ആനയുടേതുപോലെ അല്ലെന്ന് മാത്രം. ഏതാണ്ടൊരു കടുവ അലറുന്നത് പോലെ തോന്നും. വൈകാതെ ആ ഒറ്റയാൻ പോത്ത് എൻ്റെ അടുക്കിലേക്ക് വരാറായി. ഞാൻ ഇരിക്കുന്നതാവട്ടെ പോത്ത് വരുന്ന ഏല്, അതായത് വഴിയുടെ തെക്കുവശത്താണ്. പോത്തിപ്പോൾ വരുന്ന വഴിയും ഞാനും തമ്മിൽ 60 അടിയോളം അകലമുണ്ട്. നല്ല നിലാവെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫർലോങ് ദൂരെ വന്നപ്പോൾ തന്നെ അതിനെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. ആദ്യം വിചാരിച്ചത് അതൊരു ആനയായിരിക്കുമെന്നാണ്.
കാരണം അത്രയേറെ വലിപ്പമുണ്ട് ഈ പോത്തിന്. അപ്പോൾ വീണ്ടും പഴയ മട്ടിൽ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ മാത്രമാണ് അതൊരു പോത്താണെന്ന് ഉറപ്പിച്ചത്. അത് വീണ്ടും അടുത്തേക്ക് വന്നു. എന്നാൽ നേരെ വട്ടം വന്നില്ല. അല്പം മാറി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വീണ്ടും അത് ശബ്ദമുണ്ടാക്കി. തല താഴേക്ക് താഴ്ത്തി കീഴ്ചുണ്ട് നിലത്ത് മുട്ടുവാനായിട്ട് പാകത്തിന് കുനിഞ്ഞു നിന്നാണ് അത് ഈ ശബ്ദമുണ്ടാക്കുന്നത്. ഒച്ച അവസാനിച്ചു കഴിയുമ്പോൾ തല ഉയർത്തി വീണ്ടും മുൻപോട്ട് നടക്കും. അങ്ങനെ നടന്ന് അതെന്റെ വട്ടം വന്നു. ഒപ്പം തന്നെ നിറയും ഒഴിച്ചു. പോത്ത് വട്ടം കടന്നു വന്നില്ലെങ്കിൽ ഒരുപക്ഷെ വെടിയുണ്ട പണ്ടത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോകും. അങ്ങനെ സംഭവിച്ചാൽ പോത്ത് ഉടനെ എങ്ങും ചാവില്ല. എന്നാൽ വട്ടം വരികയാണെങ്കിൽ കൈയുടെ പിറകുവശത്തായിട്ട് മർമ്മഭാഗത്ത് വെടിവെക്കാം. ഉണ്ട കൃത്യം ചങ്കിലൂടെ കടന്നു പോകും. പിന്നെ ചാകുവാനായിട്ടൊട്ട് താമസവുമില്ല. വെടി പൊട്ടിയതും ആ കൂറ്റം പോത്ത് എടുത്തൊരു ചാട്ടമാണ്. ആ ചാട്ടത്തിന്റെ കൂടെ തന്നെ അടുത്ത നിറയും ഒഴിച്ചു. അതോടെ അതും മറഞ്ഞു. പിന്നെ വെടിവെക്കേണ്ടി വന്നില്ല. ഞാൻ നോക്കിയിരിക്കുകയാണ്. പോത്ത് കിടന്ന് തല്ലിപ്പടയ്ക്കുന്നുണ്ട്. എങ്ങാനും പോത്ത് എഴുന്നേൽക്കുവാൻ വല്ലതും ശ്രമിച്ചു കഴിഞ്ഞാൽ അന്നേരം അടുത്ത നിറയൊഴിക്കണം. അത് വേണ്ടി വന്നില്ല. അവസാനം തല്ലിപ്പിടയ്ക്കൽ നിലച്ചു. ഞാൻ ഒളിയിൽ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ നേരം വെളുത്തു. വേറൊരു മൃഗവും അതുവഴിക്ക് വന്നില്ല. വന്നാലും അതിനെ വെടിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അത്രയ്ക്കും വലിയ പോത്താണ് കിട്ടിയിരിക്കുന്നത്. കൊച്ചപ്പനും വന്നു. രണ്ടുപേരും ചേർന്ന് അടിമാലി ഷെഡിലേക്ക് നടന്നു. പിന്നെ കാപ്പുകുടിയും കഴിഞ്ഞ് പണിക്കാരെയും കൂട്ടി പോത്തിന്റെ അരികിലേക്ക് വന്നു. എല്ലാവരും അത്ഭുതത്തോടെ ആ പോത്തിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചുമട്ടുകാരൻ ഔസേപ്പ് പറയുകയാണ്, ഇതിനെ വെടിവെക്കുവാനായിട്ട് എന്താണ് ഇത്ര പ്രയാസം? പെര പോലെ ഇരിക്കുന്ന ഒന്നല്ലേ? വല്ല ചങ്ങാലിനെയോ അതുപോലെ പ്രാവിനെയോ മറ്റോ വെടിവെക്കുകയാണെങ്കിൽ സൂക്ഷിച്ചു വേണം. ഇതിനെന്നാ സൂക്ഷിക്കാനാ? ആ ചൊവ്വിനങ്ങ് വെടിവെച്ചാൽ മതി. ഔസേപ്പ് ചേട്ടൻ മിടുക്കനും നല്ല ശക്തനും അതുപോലെ നല്ല ഫലിതക്കാരനുമാണ്. എല്ലാവരും ചേർന്ന് പോത്തിന്റെ തോല് പൊളിച്ച് പണ്ടവും കുടലുമെല്ലാം എടുത്തു മാറ്റി. ചങ്കും കരളും പിന്നെ അകത്തെ പൂളിറച്ചിയും എടുത്ത് കറി വെച്ചു. അപ്പോഴേക്കും ചോറും പാകമായി. ഊണും കഴിഞ്ഞ് രാവിലെ 11 മണിയോടെ മാംസത്തിന്റെ പണി ആരംഭിച്ചു. ഞങ്ങളും കൂട്ടത്തിൽ കൂടുന്നുണ്ട്. ഔസേപ്പ് ചേട്ടനാവട്ടെ മേൻ പോത്തിലെ ഇറച്ചിക്ക് കത്തിവെച്ചു. ഈ മേൻ പോത്തിലെ ഇറച്ചി എന്ന് പറയുന്നത് പോത്തിന്റെ മുതിൽ കാണുന്ന മുഴയില്ലേ, ഈ പൂഞ്ഞൽ ഉമ്മൽ എന്നൊക്കെ പറയുന്നേ, അതിനെയാണ്. അല്പം വലിപ്പത്തിലാണ് ഔസേപ്പ് ചേട്ടൻ ഇറച്ചി കണ്ടിച്ചത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായി. ഏകദേശം ഒരു 4 തുലാം വരുന്ന ഇറച്ചി, അതായത് 40 കിലോയോളം വരുന്നൊരു മാംസ കഷ്ണം പെട്ടെന്ന് താഴേക്ക് ചാടി. അത് വന്ന് വീണതാവട്ടെ ഔസേപ്പ് ചേട്ടന്റെ കാലിലാണ്. ആണ്ട കിടക്കുന്ന ഔസേപ്പ് ചേട്ടൻ എടുത്തു മറിച്ചിട്ടതുപോലെ ആ രക്തക്കളത്തിലേക്ക് ഒരു വീഴ്ച. എല്ലാവരും പൊട്ടിച്ചിരിച്ചുപോയി. അയാൾ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ലൊരു കാഴ്ചവസ്തുവായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല എന്ന് മാത്രം. വസ്ത്രങ്ങളിലാകെ രക്തം പുരണ്ടിട്ടുണ്ട്, അത്രമാത്രം. ഏകദേശം ഒരു 1.25 കോൽ, അതായത് ഒരു 4 അടിയോളം പൊക്കമുണ്ട് ആ പോത്തും മറിഞ്ഞു കിടക്കുമ്പോൾ. അത്രയും പൊക്കത്തിൽ നിന്നാണ് 4 തുലാത്തോളം വരുന്നൊരു മാംസ കഷ്ണം അയാളുടെ ദേഹത്തേക്ക് അടിച്ചു വീണത്. ആരായാലും മറിഞ്ഞു വീണുപോകും. ഉമ്മലിലെ മാംസം അടുക്കായിട്ടാണുള്ളത്. ഒരിടത്ത് മാത്രമാണ് ശക്തമായിട്ടുള്ള പിടുത്തമുള്ളൂ. അതുകൊണ്ടാണത് മറിഞ്ഞു വീണത്. അതിനുശേഷം എല്ലാവരും വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടായില്ല. ഇത്രയും വലിപ്പമുള്ള ഒരു പോത്തിനെ അതിനു മുൻപോ പിൻപോ കിട്ടിയിട്ടില്ല. അതിന്റെ ഉമ്മലിലെ മാംസം തന്നെ ഏകദേശം ഒരു 25 തുലാം ഉണ്ടായിരുന്നു. ആകെ 120 തുലാം മാംസം കിട്ടി. എന്ന് വെച്ചാൽ 1200 കിലോ. അന്നത്തെ പകലും രാത്രിയും അധ്വാനിച്ചാണ് അത്രയും മാംസം മുറിച്ചെടുത്ത് നുറുക്കി ഉപ്പിട്ട് വെച്ചത്. പിറ്റേ ദിവസം വെയിലത്ത് നിരത്തി. കാരണം 3 ദിവസം വെയിൽ കൊള്ളിക്കേണ്ടതുണ്ട് ഇറച്ചി നല്ല ഉണക്കാകുവാനായിട്ട്. ഞങ്ങൾ മാംസമെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കുന്ന സമയത്ത് അവിടെയുള്ള സ്ഥിരതാമസക്കാരായിട്ടുള്ള മന്നാന്മാർ കാട് വെട്ടുവാൻ പോയിട്ട് മടങ്ങി വരുന്നത് കണ്ടു. അവർ ഏകദേശം ഒരു 40ഓളം പേരുണ്ട്. ഞങ്ങൾ മാംസം നിരത്തി വെയിലത്ത് വെച്ചിരിക്കുന്നത് അവരും കണ്ടു. അവരുടെ കൂട്ടത്തിൽ കാണിക്കാരൻ, അതായത് അവരുടെ സമൂഹത്തിന്റെ നേതാവും ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങളോട് ചോദിച്ചു, ഇതിനെ വെടിവെച്ചത് കാടർ തമ്പുരാന്റെ അനുവാദത്തോടെയാണോ? കാടർ തമ്പുരാൻ എന്നവർ വിളിക്കുന്നത് ഫോറസ്റ്റ് ഗാർഡുകളെയാണ്. കാടർ തമ്പുരാന്റെ അനുവാദത്തോടെ അല്ല നിങ്ങൾ വെടിവെച്ചത് എങ്കിൽ നിങ്ങളുടെ വെടി, അതായത് തോക്ക് തരുവാനായിട്ട് ഞങ്ങൾക്ക് നിർവാഹമില്ല. അപ്പോൾ ഞാൻ, മുത്തൻ ആരാണ്, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. നല്ല പ്രായമുള്ള മന്നാന്മാരെ നാട്ടുകാർ മുത്തൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടത്തെ കാണിക്കാരനാണ്, പേര് മണപ്പാടൻ എന്ന് മറുപടി കിട്ടി. ഞാൻ അയാളോട് എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തൻ പറയുകയാണ്, മണപ്പാടൻ എന്ന് ചൊല്ലിയാൽ മതി മുതലാളി, ഉലകമെങ്ങും തിരിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ മണപ്പാടൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തൻ, മണപ്പാടൻ എന്ന് ചൊല്ലിയാൽ തിരിയാത്ത രാജ്യമില്ല മുതലാളി. ശരിയാണ്, ഞാനും സമ്മതിച്ചു. മുത്തനും വലിയ സന്തോഷമായി. പക്ഷെ അയാൾ കാര്യം മാത്രം കൈവിടുന്നില്ല. മുതലാളി, വെടി രണ്ടും താട്ടെ, ഞങ്ങൾ പോട്ടെ. മുത്തൻ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ഞാൻ അയാളോട്, തോക്ക് ആർക്കും കൈമാറുവാനായിട്ട് അനുവാദമില്ല. ഇതിന് ലൈസൻസ് തരുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. ലൈസൻസ് ഉള്ള ആൾക്ക് മാത്രമാണ് തോക്ക് ഉപയോഗിക്കുവാനായിട്ട് അനുവാദമുള്ളൂ. മറ്റൊരാൾക്ക് തൊടുവാൻ പോലും അനുവാദമില്ല. പക്ഷെ എന്ത് കാര്യമാണ്, അവർക്ക് കാടർ തമ്പുരാനാണ് ഏറ്റവും വലിയ അധികാരി. മണപ്പാടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മുതലാളി, വെടി രണ്ടും ഞങ്ങൾക്ക് കിട്ടണം. ഞാൻ അയാളോട് വീണ്ടും, മുത്തൻ പറയുന്നത് വലിയ തെറ്റാണ്. ഫോറസ്റ്റിലെ ഏറ്റവും വലിയ അധികാരി കൺസർവേറ്ററാണ്.
അദ്ദേഹം വന്നാൽ പോലും തോക്ക് ചോദിക്കില്ല. അനുവാദമില്ലാതെയാണ് വെടിവെച്ചത് എങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കും, അത്രമാത്രം. അല്ലാതെ തോക്ക് ആവശ്യപ്പെടില്ല. മണപ്പാടൻ എന്നോട്, അത് ശരിയായിരിക്കും മുതലാളി, എനിക്ക് കേസെടുക്കുവാനായിട്ട് അനുവാദമില്ല. ഒന്നുകിൽ കാടർ തമ്പുരാൻ്റെ എഴുത്ത് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ വെടി രണ്ടും കിട്ടണം. ഇതില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല. മണപ്പാടൻ കട്ടായമായിട്ടാണത് പറഞ്ഞത്. ഞാൻ അല്പം ഒന്ന് ഭയന്നു എന്നത് ശരിയാണ്. കാരണം അവർ 40ഓളം പേരുണ്ട്. എല്ലാവരുടെയും കൈകളിലും ആയുധമുണ്ട്. ഭീഷണി പറ്റിയെന്ന് വരില്ല. തന്ത്രം കൊണ്ട് കാര്യം നേടിയെടുക്കണം. ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു, മുത്തൻ്റെ കുടിയിൽ വന്നൊരു പെണ്ണിനെ ഞങ്ങൾ ചോദിച്ചാൽ മുത്തൻ തരുമോ? കഴുത്തു പോയാലും തരില്ല. അതുപോലെ തന്നെയാണ് ഈ തോക്കിൻ്റെ കാര്യവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ലൈസൻസ് എടുത്ത് കാണിച്ചു. അപ്പോൾ മുത്തൻ പറയുകയാണ്, എന്നാൽ തോക്ക് വേണ്ട, പക്ഷേ കാടർ തമ്പുരാൻ്റെ എഴുത്ത് വേണം. ഞാൻ അയാളോട്, കാടർ തമ്പുരാൻ്റെ എഴുത്ത് അടിമാലിയിലുണ്ട്, ഞാനത് എടുക്കുവാനായിട്ട് മറന്നുപോയതാണ്. മണപ്പാടൻ ഞങ്ങളോട്, മറന്നുപോയ ആ എഴുത്ത് ഞങ്ങൾ നാളെ ഇതുവഴിക്ക് വരുമ്പോൾ തരണം, അല്ലെങ്കിൽ കാടർ തമ്പുരാനെ വിളിച്ചുകൊണ്ടുവന്ന് കേസെടുപ്പിക്കും. ഞാൻ അയാളോട്, അങ്ങനെ ആവട്ടെ, നിങ്ങൾ നാളെ ഇതുവഴിക്ക് വരുമ്പോൾ തമ്പുരാൻ്റെ എഴുത്ത് തരാമെന്ന് പറഞ്ഞു. മുത്തൻ സമ്മതിച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടോ കാടർ തമ്പുരാൻ്റെ എഴുത്തിരിക്കുന്നു. അവർ പോയ ഉടനെ ഇറച്ചിയെല്ലാം മാറിക്കെട്ടിയിട്ട് ദൂരേക്ക് മാറ്റി. ഒരു ദിവസം കൂടി വെയിലത്തിട്ട് ഉണക്കിയിട്ട് കാട്ടിൽ നിന്നും പുറത്തു ചാടി. 4 ജാതി മലവർഗ്ഗക്കാരെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ ഒരു കുടിയിൽ 300-ൽ കുറയാത്ത ജനങ്ങൾ കാണും. എല്ലാം കൊണ്ടും മിടുക്കറായവരിൽ നിന്നും 2 പേരെ തിരഞ്ഞെടുക്കും. അവർക്കൊരു സ്ഥാനവും ഉണ്ടായിരിക്കും. ഒന്ന് വാക്ക, മറ്റേത് കാണിക്കാരൻ. വാക്ക പുരോഹിതനും കാണിക്കാരൻ അവരുടെ പ്രധാനമന്ത്രിയുമാണെന്ന് പറയാം. മിടുക്കുള്ളവർ 2 പേരില്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഈ 2 അധികാരവും കിട്ടും. അങ്ങനെ 2 തരം അധികാരമുള്ള ആളായിരുന്നു മണപ്പാടൻ മുത്തൻ. പിന്നീട് മറ്റൊരിക്കൽ ഞാനും ഇസഹാക്ക് കൊച്ചപ്പനും കല്ലാർ ഊറിലേക്ക് ഒരു പോത്തുവേട്ടയ്ക്ക് പോയി. ആലുവ മൂന്നാർ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണത്. കൂമ്പൻ പാറ ഭാഗത്ത് റോഡ് പണി നടത്തുന്നത് നെച്ചുപാടത്തുകാരാണ്. നെച്ചുപാടത്തെ വർക്കിയും ചാക്കോയും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അതിഥികളായിട്ട് കൂമ്പൻ പാറയിലെ ക്യാമ്പ് ഷെട്ടിൽ അന്ന് രാത്രി തങ്ങി. പിറ്റേ ദിവസം കല്ലാർ ഊറിലേക്ക് തിരിച്ചു. ഓറിൽ നിന്നും 2 ഫർലോങ് ദൂരെ എത്തിയപ്പോൾ ചുമട്ടുകാരെ അരി വയ്ക്കുവാനായിട്ട് ചുമതലപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾ 2 പേരും കൂടി ഓറിലേക്ക് നടന്നു. നേരം 11 മണിയായിരിക്കുന്നു. വളരെ സൂക്ഷിച്ചാണ് മുൻപോട്ട് പോകുന്നത്. കാരണം ആന, പോത്ത് തുടങ്ങിയ ജീവികൾ മിക്ക സമയത്തും ഇവിടെ കാണാറുണ്ട്. അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു പോത്ത് ഞങ്ങൾക്ക് നേരെ നോക്കി നിൽക്കുന്നു. ഇസഹാക്കു ഒച്ചപ്പൻ പെട്ടെന്ന് പോത്തിന്റെ തലയെ ലക്ഷ്യമാക്കി നിറയൊഴിച്ചു. ഞാൻ തോക്ക് നീട്ടിയപ്പോഴേക്കും അത് വീണുപോയിരുന്നു. തലയിൽ കൃത്യമായിട്ട് വെടികൊണ്ടാൽ മൃഗമൊന്ന് പിടച്ചെന്നും ചിലപ്പോൾ ഇല്ലെന്നും വരാം. അത്ര വേഗത്തിൽ കഥ കഴിയും. ഞങ്ങൾ അവിടേക്ക് ഓടിച്ചെന്നു. അതിന് 2-3 നിമിഷമെടുത്തു. സുമാർ 200 വാര അകലെ നിന്നുമാണ് വെടിവെച്ചത്. പോത്ത് അനക്കമില്ലാതെ കിടക്കുകയാണ്. ഉടൻ തന്നെ നാക്കും മുറിച്ചെടുത്ത് ചുമട്ടുകാരുടെ അരികിലേക്ക് നടന്നു. ആ മാംസം കറി വെച്ച് ഊണും കഴിച്ചു. വെടിവെച്ച മൃഗത്തിന്റെ മാംസം വേഗത്തിൽ എടുക്കുന്നത് ഇങ്ങനെയാണ്. തോല് പൊളിച്ചെടുത്ത് നല്ല മാംസം എടുക്കണമെങ്കിൽ അതിന് കുറച്ച് താമസം വരും. ഉദ്ദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ ഞങ്ങൾ വെടിവെച്ച് കൊന്ന പോത്തിന്റെ അരികിലെത്തി. അന്ന് പാതിരാത്രി ആയപ്പോഴേക്കും മാംസമെല്ലാം നുറുക്കി ഉപ്പിട്ട് വെച്ചു. അന്ന് രാത്രിയിൽ എല്ലാവരും ഒരുവിധം ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാട്ടിൽ എല്ലാ സ്ഥലത്തും ഉറങ്ങുവാനായിട്ട് പറ്റില്ല. നല്ല നിരപ്പുള്ള സ്ഥലമാണെങ്കിൽ ചുറ്റും തീക്കുണ്ടമുണ്ടാക്കി അതിൻ്റെ നടുക്ക് കിടന്നുറങ്ങും. ഉറക്കം തെളിയുന്നത് അനുസരിച്ച് വീണ്ടും വീണ്ടും വിറകിട്ട് തീക്കുണ്ടം മാളിക്കും. തീ കത്തുന്ന സ്ഥലത്തേക്ക് കാട്ടുമൃഗങ്ങൾ അടുത്തു വരികയില്ല. ഇങ്ങനെ നിരവധി തവണ കാട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. 1-2 തവണയാവട്ടെ കൊടുങ്കാട്ടിൽ ഭയം മൂലം ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയിട്ടുമുണ്ട്. ഒരു തവണ തീയുടെ വെളിച്ചം പതിക്കുന്ന അരികിൽ വന്നു നിന്നുകൊണ്ട് ഒരു കടുവ മുരളുവാൻ തുടങ്ങി. മറ്റൊരു തവണ ഒരു കൂട്ടം ആനകൾ വന്നു. തീ ഉള്ളതുകൊണ്ട് അവ അടുത്തു വരികയില്ല. ആനയും കടുവയും ചുറ്റോട് ചുറ്റും വന്നു നിൽക്കുമ്പോൾ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങുവാനാണ്? അന്ന് ഞങ്ങൾ ആഴി കൂട്ടിയ തീക്കുണ്ടത്തിൻ്റെ അടുത്ത് വന്ന ആനകൾ കുറുകുവാനും ചിണുങ്ങുവാനും തുടങ്ങി. ഞങ്ങൾ എല്ലാവരും ഒച്ചയെടുത്തു നോക്കി. പക്ഷെ അവ പോയില്ല. നേരം പരപരാ വെളുത്തു വന്നപ്പോൾ മാത്രമാണ് ആനകൾ പിൻവാങ്ങിയത്. എന്നാൽ ഒളിയിൽ ഇരിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുവാൻ സാധിക്കും. പക്ഷേ ഒളി കെട്ടുന്ന മരത്തിന് പൊക്കവും വണ്ണവും കുറവാണെങ്കിൽ ഉറങ്ങുവാൻ കഴിയില്ല. ജാഗ്രതയോടെ നോക്കിയിരിക്കണം. ചിലപ്പോഴൊക്കെ ഒളി കെട്ടുന്ന സ്ഥലത്ത് മരത്തിന് വലിയ പൊക്കമില്ലെന്ന് വരാം. ഉള്ള ഉയരമാകട്ടെ ആനയുടെ തുമ്പിക്കൈ എത്തുന്ന ഉയരത്തിലും. അല്ലെങ്കിൽ ഒരു ആന കുത്തിയാൽ മറിഞ്ഞു വീഴാൻ മാത്രം ബലമില്ലാത്ത മരമായിരിക്കും അത്. അപ്പോൾ വെടിവെക്കാൻ മാത്രം സൗകര്യം കണക്കിലെടുത്ത് ഒളി കെട്ടും. അത്തരം ഒളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഉറങ്ങുവാനേ കഴിയില്ല. പോത്തിനെ വേട്ടയാടുവാനായിട്ട് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്തായിരിക്കും ദൂരെ നിന്നും ഒരു ആനയുടെ വരവ്. അപ്പോൾ ഇവിടെ മനുഷ്യ സാമീപ്യമുണ്ട് എന്ന് അറിയിക്കുവാനായിട്ട് ഞങ്ങൾ ചെറിയ ശബ്ദമുണ്ടാക്കും. വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കില്ല, ആനയ്ക്ക് കേൾക്കുവാൻ മാത്രം. വലിയ ശബ്ദമുണ്ടാക്കിയാൽ സമീപത്തെങ്ങാനും പോത്തുണ്ടെങ്കിൽ അത് ഓടിക്കളയും. കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നത് അധികവും ഭയം മൂലമാണ്. എന്നാൽ ധൈര്യത്തോടെ കടന്നു വന്ന മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ ഇല്ലെന്നില്ല. മനുഷ്യരോട് ഏറ്റുമുട്ടി ഭയം തീർന്ന ആനകളും കടുവകളും ധാരാളമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കാട്ടുമൃഗങ്ങൾ അടുത്തേക്ക് വരുവാനായിട്ട് ഇടയാക്കരുത്. ദൂരെ നിന്നും കണ്ടുപിടിക്കുക. എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി ഓടിച്ചു കളയുക.
ഈ മുന്നറിയിപ്പിനെയെല്ലാം മറികടന്ന് ആ കാട്ടുമൃഗങ്ങൾ വീണ്ടും അടുത്തേക്ക് വരികയാണെങ്കിൽ വെടിവെക്കുകയല്ലാതെ മറ്റു വഴിയില്ല. തോക്ക് നന്നായിരിക്കണം. തോക്ക് നന്നായാൽ മാത്രം പോരാ, നല്ല ധൈര്യവും വേണം. അതെ, യഥാർത്ഥത്തിൽ നായാട്ടുകാർ നല്ല ധൈര്യശാലികളായിരിക്കണം. അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാം. അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും വലിയ ആനന്ദവും ഉല്ലാസവും തരുന്ന ഒരു വിനോദമാണിത്. ലാഭത്തിനു വേണ്ടി മാത്രമല്ല, ഉല്ലാസത്തിനും കൂടിയാണ് നായാട്ടിന് പോവുക. ഒരുമാതിരി നല്ലൊരു പോത്തിനെ കിട്ടിയാൽ സകല ചെലവും കഴിഞ്ഞ് 500 രൂപയെങ്കിലും കിട്ടും. മറിച്ച് നല്ലൊരു കൊമ്പനാനയാണെങ്കിൽ രൂപ 1500 കിട്ടുക. അക്കാലത്ത് 1500 രൂപ കിട്ടണമെങ്കിൽ 3000 പറ നെല്ല് വിൽക്കണം. അങ്ങനെ നേരം വെളുത്തു. മാംസമെല്ലാം ഞങ്ങൾ പാറയിൽ നിരത്തി ഒന്നിനോടൊന്ന് തൊടാതെ ഓരോ കഷ്ണവും നിരത്തണം. രാവിലെ 10 മണിയോടെയാണ് ആ പണി അവസാനിച്ചത്. പകൽ 2 മണിയാകുമ്പോൾ എല്ലാ കഷ്ണവും വീണ്ടും മറച്ചു വെക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങില്ല. മാത്രവുമല്ല, മാംസം പാറയിൽ നിന്നും പറിച്ചെടുക്കുവാനും ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ അടുത്ത ദിവസം മാംസമെല്ലാം വാരിയെടുത്ത് ചാക്കിലാക്കി ഞങ്ങൾ കൂമ്പൻ പാറയിലേക്ക് തിരിച്ചു. ഞാനാണ് മുൻപിൽ പോകുന്നത്, തൊട്ടു പിന്നാലെ കൊച്ചപ്പനും ഒരു 30 അടി പിന്നിലായിട്ട് ചുമട്ടുകാർ വരുന്നു. ഞങ്ങൾ നിൽക്കുകയാണെങ്കിൽ ചുമട്ടുകാർ നിൽക്കണം. ഞങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് അവർ നടത്തം പുനരാരംഭിക്കാവൂ. ഈ കാര്യമെല്ലാം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആനയും മറ്റു വന്യമൃഗങ്ങളും നിറഞ്ഞ കാടല്ലേ, വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോൾ ഒരു ഫർലോങ് ദൂരെയായിട്ട് ഞങ്ങൾ വരുന്നതും നോക്കിക്കൊണ്ട് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നിൽക്കുന്നത് കണ്ടു. ഞാൻ ഒന്നിനെ നോക്കിയിട്ട് വെടിവെച്ചു. അടിക്കഴുത്തിനാണ് വെടികൊണ്ടത്. പോത്ത് നിന്ന നിലയിൽ എടുത്ത ഒരൊറ്റ ചാട്ടം. കൊച്ചപ്പന് വെടിവെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ വേഗം അവിടേക്ക് ചെന്ന് നോക്കി. ചോര ചാടിയ പാടുണ്ട്. വേഗം തന്നെ കെട്ടെല്ലാം ഇറക്കി വെച്ചു. ചുമട്ടുകാരിൽ ഒരുവനായ ശൗര്യാരെയും വിളിച്ചുകൊണ്ട് ഞാനും കൊച്ചപ്പനും പോത്തിന്റെ പിന്നാലെ പുറപ്പെട്ടു. ബാക്കിയുള്ള ചുമട്ടുകാരോട് വേഗം തന്നെ സമീപത്തുള്ള മരങ്ങളിൽ കയറിയിരിക്കുവാൻ പറഞ്ഞു. ശൗര്യാർ ചോട് നോക്കി പോകുവാനായിട്ട് ബഹുമിടുക്കനാണ്. മാത്രവുമല്ല, വെടിവെക്കുവാനും അറിയാം. എന്നാൽ പോത്തിനെ മാത്രം വെടിവെച്ചിട്ടില്ല. ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ വെടിവെച്ചിട്ടുണ്ട്. ഇന്നുവരെ വെടിവെക്കാത്തൊരു മൃഗത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ ശരീരമാസകലം വിറയ്ക്കും, ഹൃദയമിടിപ്പ് വർദ്ധിക്കും. കുറെ അങ്ങ് കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് മാറും. അപ്പോൾ മാത്രമാണ് നല്ലൊരു വെടിക്കാരനാവൂ. ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഏകദേശം ഒരു 9 അടി അകലത്തിലായിട്ട് പീതാൾ എന്നറിയപ്പെടുന്ന വലിയൊരു ചെടിക്കൂട്ടം നിൽപ്പുണ്ട്. ആ ചെടിക്കൂട്ടം അനങ്ങുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചെടിയുടെ ഇടയിലായിട്ട് ഒരു കറുപ്പ് നിറം കണ്ടു. അത് കണ്ടതും വേഗം തന്നെ കൊച്ചപ്പനും ശൗര്യാരും സമീപത്ത് കണ്ട ഒരു മരത്തിൽ വലിഞ്ഞു കയറി. ഞാൻ നോക്കുമ്പോഴാകട്ടെ ആ മരത്തിൽ ഒരാൾക്ക് കൂടി കയറിയിരിക്കുവാനായിട്ട് സ്ഥലമില്ല. അതൊരു ചെറിയ മരമായിരുന്നു. കൊച്ചപ്പൻ എന്നോട് പറഞ്ഞു, വേഗം ഇങ്ങോട്ട് കയറിക്കൂ. തീർന്നില്ല. ഞാൻ കയറി കാണുമെന്ന് വിചാരിച്ച് വേഗം കൊച്ചപ്പൻ പോത്തിന് നേരെ ഒരു വെടിയും വെച്ചു. വെടി പൊട്ടിയതും പോത്ത് കുറ്റിക്കാട്ടിൽ നിന്നും എടുത്തൊരു ചാട്ടമാണ്, അതും ഞങ്ങളുടെ നേരെ. ആ ചാട്ടത്തിന്റെ ലാക്ക് നോക്കി ഞാനും വെച്ചു 2 വെടി. കൊച്ചപ്പൻ 3 വെടിയും ഞാൻ 2 വെടിയും. 5 വെടിയും പെട്ടെന്ന് കഴിഞ്ഞു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഞാൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. കൂട്ടത്തിൽ കൊച്ചപ്പന്റെ നിലവിളിയും കേട്ടു. 2 പേരും മരത്തിൽ നിന്നും ഇറങ്ങി എന്റെ അരികിലേക്ക് ഓടി വരികയാണ്. എന്റെ തോക്കാകട്ടെ ദൂരേക്ക് തെറിച്ചു പോയിരിക്കുന്നു. പോത്ത് എന്റെ ദേഹത്ത് മുട്ടി എന്നൊരു തോന്നൽ മാത്രമുണ്ട്. പക്ഷെ 2 പേരും പറഞ്ഞത് മറ്റൊന്നാണ്. എന്നെ പോത്ത് വെട്ടിയെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ പോത്ത് വെട്ടിയതിന്റെ പാടൊന്നും ശരീരത്ത് കാണുവാനുമില്ല. അവർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിന്ന നിൽപ്പിൽ 10 അടിയോളം ദൂരേക്ക് പൊങ്ങിയിട്ടാണ് തെറിച്ചു വീണത്. ശരിയാണ്, ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ മരത്തിൽ നിന്നും 10 അടി ദൂരെയാണ് കിടക്കുന്നത്. കൊച്ചപ്പനും എന്റെ ശരീരമാസകലം പരിശോധിച്ചു. പാടൊന്നും കാണുവാനില്ല. പക്ഷേ എന്റെ ഊരയ്ക്ക്, അതായത് ചന്തിക്ക് നല്ലൊരു വേദനയുണ്ട്. അത്രമാത്രം, മറ്റൊന്നും പറ്റിയിട്ടില്ല. അതിന്റെ അർത്ഥം പോത്ത് കൊമ്പുകൊണ്ട് തന്നെ വെട്ടിയിട്ടില്ല എന്നാണ്. പോത്തിന്റെ ചുണ്ട എന്റെ ചന്തിയിൽ തട്ടിയെന്ന് അനുമാനിക്കാം. മാംസം കൂടുതലുള്ള ഭാഗങ്ങൾ തമ്മിലാണല്ലോ കൂട്ടിമുട്ടിയത്. അതുകൊണ്ട് കൂടുതലൊന്നും പറ്റിയില്ല. മറിച്ച് കൊമ്പാണ് കൊണ്ടത് എങ്കിൽ കഥ മറ്റൊന്നായനെ. അതോടെ ചോട്ടാലയുള്ള പോക്ക് നിർത്തി. കാരണം കൊച്ചപ്പൻ സമ്മതിക്കുന്നില്ല. എന്നാൽ എനിക്ക് പോകണമെന്നുമുണ്ട്. അവസാനം ഞങ്ങൾ മടങ്ങി കൂമ്പൻപാറ ഷെഡിൽ വന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ വെടികൊണ്ട പോത്തിനെ നോക്കി പോകാമെന്ന് ഞാൻ കൊച്ചപ്പനോട് പറഞ്ഞു. കൊച്ചപ്പൻ സമ്മതിച്ചില്ല. നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അങ്ങനെ ഞാനും ശൗര്യാരും ചേർന്ന് പോത്തിനെ നോക്കി പുറപ്പെടുകയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6ഓളം വെടികൊണ്ട പോത്താണ്. അതുകൊണ്ട് അത് എവിടെയെങ്കിലും ചത്തുകിടപ്പുണ്ടായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിചാരം. ശൗര്യാരുടെ കൈവശവും തോക്കുണ്ട്. എങ്കിലും ശൗര്യാരോട് വെടിവെക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. ശൗര്യാർ പോത്തിനെ കാണുകയാണെങ്കിൽ ഒന്ന് ചൂളമടിച്ച് എനിക്കൊരു അടയാളം തന്നാൽ മതിയാവൂ. അവനാണ് ഇടയ്ക്കിടയ്ക്ക് മരത്തിൽ കയറി ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്നത്. ആ സമയത്ത് ഞാൻ ദൂരെ നിൽക്കും. പിന്നെ ശൗര്യാർ മരത്തിൽ നിന്നും ഇറങ്ങി മുൻപ് മരത്തിൽ നിന്നും നോക്കിയപ്പോൾ കണ്ണെത്തിയ സ്ഥലത്തുള്ള ഏതെങ്കിലും മരത്തിൽ കയറിയിട്ട് വീണ്ടും ചുറ്റുപാടും നോക്കും. അപ്പോൾ പിന്നാലെ വരുന്ന ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് വരും. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അങ്ങനെ 3ാമത്തെ വട്ടം മരത്തിൽ കയറിയിട്ട് നോക്കിയപ്പോൾ പോത്ത് ദൂരെയായിട്ട് കിടക്കുന്നത് കണ്ടു. ശൗര്യാർ ചൂളമടിച്ച് എനിക്കൊരു അടയാളം തന്നു. ഞാൻ വേഗം ശൗര്യാർ കയറിയ മരത്തിന്റെ അടുക്കിലേക്ക് നടക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി.
ശൗര്യാരുടെ ചൂളമടി ആ പോത്ത് കേട്ടിരുന്നു. അത് ചൂളമടി കേട്ട സ്ഥലത്തേക്ക് അതിവേഗത്തിൽ പാഞ്ഞു വരികയാണ്. ഞാൻ ആ മരച്ചോട്ടിലെത്തിയപ്പോഴേക്കും പോത്തും ആ മരച്ചോട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ വേഗം തോക്കും ഉപേക്ഷിച്ചിട്ട് മരത്തിൽ ചാടിക്കയറി. പോത്താകട്ടെ ഞങ്ങളെയും നോക്കിക്കൊണ്ട് മരത്തിന് കീഴെ നിൽക്കുകയാണ്. ശൗര്യാർ മുകളിൽ നിന്നും പോത്തിന്റെ തല ലക്ഷ്യമാക്കിയിട്ടൊരു വെടിവെച്ചു. പക്ഷെ തലയിൽ കൊണ്ടില്ല. തൊട്ടില്ല എന്ന മട്ടിൽ വെടിയുണ്ട കടന്നുപോയി. അതോടെ പോത്ത് വെട്ടിത്തിരിഞ്ഞ് ദൂരേക്കൊരു ഓട്ടം. ഞങ്ങൾ വീണ്ടും മരത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ചോട്ടാലെ പോയി. ഇത്തവണ മുൻപത്തെ പോലെയല്ല. രണ്ടുപേരും മരത്തിൽ കയറി നിരീക്ഷിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ കുറച്ചു ദൂരം പോയിട്ട് ഒരു മരത്തിൽ കയറി നോക്കിയപ്പോൾ ദൂരെയായിട്ട് പോത്ത് കിടക്കുന്നത് കണ്ടു. ഇത്തവണ ഞാൻ വളരെ ശ്രദ്ധയോടെ പോത്തിന്റെ കൈയുടെ പിന്നിലായിട്ട് വെടിവെച്ചു. വെടി പൊട്ടിയതും പോത്ത് ചാടി എഴുന്നേറ്റതും ഒരുമിച്ചായിരുന്നു. ഉടൻ തന്നെ 2 വെടി കൂടി വെച്ചു. അതോടെ അതങ്ങ് മറിഞ്ഞു വീണു. ഞങ്ങൾ വേഗം താഴെ ഇറങ്ങി മൃഗത്തിന്റെ അരികിലേക്ക് നടന്നു. പോത്ത് ചത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്നെ വെട്ടിയതല്ലേ, ആ പക എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിന്റെ തല ലക്ഷ്യമാക്കിയിട്ട് ഞാൻ 2 വെടി കൂടി വെച്ചു. അതോടെ ആ വീരന്റെ ജീവനും പോയി. എല്ലാ വെടിയും അതിന്റെ ശരീരത്തിൽ ഏറ്റിരുന്നുവെങ്കിലും അവസാനത്തെ 2 മാത്രമാണ് മർമ്മസ്ഥാനത്ത് പതിഞ്ഞത്. ഞാൻ വെച്ച ആദ്യത്തെ വെടി പോത്തിന്റെ ഒരു കൈപ്പലകയും തകർത്തുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് ആ കൈക്ക് സ്വാധീനമില്ല. 3 കാലി വന്നിട്ടാണ് എന്നെ വെട്ടിയത്. പക്ഷേ 4 കാലും ഉള്ളതുപോലെയാണ് തലേ ദിവസം അതിന്റെ നേർക്ക് ഓടി വന്നത്. ശൗര്യാരുടെ വെടി ഒഴിച്ചു നോക്കിയാൽ ബാക്കിയുള്ള 9 വെടിയും കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും മർമ്മസ്ഥാനത്തായിരുന്നില്ല എന്ന് മാത്രം. വൈകാതെ ഞങ്ങൾ ക്യാമ്പിൽ തിരിച്ചെത്തി. ശൗര്യാർ കുറച്ച് ജോലിക്കാരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് പോത്തിന്റെ മാംസവും തലയും കൊമ്പും കൊണ്ടുവന്നു. തോല് മാത്രം എടുത്തില്ല. അതിന് നല്ല ഭാരമാണ്. മാത്രവുമല്ല ചുമക്കുവാനും പ്രയാസമാണ്. തോല് എടുക്കുകയാണെങ്കിൽ അതിനും വില കിട്ടും. പക്ഷെ പച്ചയ്ക്ക് കൊണ്ടുപോകണം. ഈ യാത്രയിൽ അത് സാധ്യമല്ല. മാംസമാകട്ടെ ഞങ്ങളെടുത്ത് മുൻപ് പറഞ്ഞ ആതിഥേയന്മാരെ ഏൽപ്പിച്ചു. ഉണക്കിയിട്ട് പകുതി കൊടുത്തയക്കണമെന്ന് ശട്ടം കെട്ടിയിട്ട് ഞങ്ങൾ തിരികെ മടങ്ങി. TM മിട്ടന്റെ അടുത്ത കഥ തേനീച്ചകളുടെ മനുഷ്യവേട്ട എന്ന കഥയാണ്. ആ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1089 മുതൽ ഞാനും എൻ്റെ വലിയ ജ്യേഷ്ഠനും നേര്യമംഗലം പുഴയിലെ പതിവ് മീൻവേട്ടക്കാരാണ്. നേര്യമംഗലം പുഴ എന്ന് പറഞ്ഞാൽ പെരിയാറ്. അന്ന് എനിക്ക് 16 വയസ്സാണ് പ്രായം. പുഴയിലെ മീനെ വെടിവെച്ച് അത്ര കണ്ട് പരിചയവുമില്ല. പല തവണ ശ്രമിച്ചിട്ടും കിട്ടിയിട്ടുമില്ല. തോട്ടിലും കുളത്തിലും കിടക്കുന്ന വരാൽ മീനെ വെടിവെച്ച് പരിചയമുണ്ട്. എന്നാൽ പുഴയിലെ അനുഭവം മറിച്ചായിരുന്നു. അതിന്റെ കാരണം എന്നെ ജ്യേഷ്ഠൻ പറഞ്ഞ് മനസ്സിലാക്കി. പുഴയിലെ മീൻ വളരെ വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പരിഭ്രമം കാണിക്കും. അതും ഒരു കാരണമാണ്. മറ്റൊരു കാരണം ഇതാണ്. മീൻ വെള്ളം കുടിക്കുവാൻ, അതായത് ശ്വാസം എടുക്കുവാനായിട്ട് ജലവിധാനത്തിന്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് അത് വെള്ളത്തിന്റെ മുകളിൽ എത്തി എന്ന് നമുക്ക് തോന്നും. എന്നാൽ എത്തിയിട്ടുണ്ടായിരിക്കില്ല. ആ സമയത്ത് വെടിവെച്ചാൽ മീനിനെ കിട്ടുകയില്ല. വെള്ളത്തിന്റെ തെളിമയും മീനിന്റെ അസാധാരണമായിട്ടുള്ള വലിപ്പവുമാണ് അതിന് കാരണം. അതിനെ മറികടക്കുവാനായിട്ട് മറ്റൊരു വഴിയുണ്ട്. മീൻ വെള്ളത്തിന്റെ മുകളിലേക്ക് വരും വരെ കാത്തിരിക്കണം. നീർ കുടിക്കുന്ന സമയത്ത് മീന്റെ തല വെള്ളത്തിന്റെ മുകളിൽ കാണുവാൻ സാധിക്കും. ആ സമയത്തോ അല്ലെങ്കിൽ നീർ കുടിച്ചിട്ട് അത് പിൻവലിയുന്ന അതേ സെക്കൻഡിലോ വെടിവെക്കണം. ഈ ഉപദേശം കിട്ടിയതിനു ശേഷം ഞാൻ വെച്ച വെടികളൊന്നും അധികം പിഴച്ചിട്ടില്ല. എങ്കിലും ഒരു കാര്യമുണ്ട്. ജ്യേഷ്ഠൻ 10 വെടിവെക്കുമ്പോൾ 9 മീനിനെ കിട്ടും. എന്നാൽ ഞാൻ 10 വെടിവെക്കുമ്പോൾ 5 മീനിനെ കിട്ടു. എങ്കിലും ഒരു വർഷം കൊണ്ട് ഞാൻ നല്ലൊരു മീൻവേട്ടക്കാരനായിട്ട് മാറി. 1099 വരെ ഞങ്ങൾ ഈ മീൻവേട്ട തുടർന്നു. പുതുക്കാട്ട് ചെറിയ ചേട്ടനും ഞങ്ങളുടെ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞങ്ങൾ തോട്ട, അതായത് ഡൈനാമിറ്റ് ഉപയോഗിച്ചിരുന്നു. നല്ല ലാക്ക് വന്നാൽ മാത്രമാണ് തോട്ട ഇടുകയുള്ളൂ. അക്കാലത്താകട്ടെ തോട്ട കിട്ടുവാനായിട്ട് വളരെ പ്രയാസവും. കിട്ടുന്നതാകട്ടെ വരവ് തോട്ടയും. പിന്നീടാണ് പൊട്ടാസും മനയോലയും ഉപയോഗിച്ച് നാടൻ തോട്ട ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങിയത്. ഗവൺമെന്റിൽ നിന്നും കോൺട്രാക്ടർമാർക്ക് പാറ പൊട്ടിക്കുവാനായിട്ട് കൊടുക്കുന്നതാണ് ശീമത്തോട്ട. അവരത് മറിച്ചു വിൽക്കും. എന്നിട്ട് നാടൻ വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കും. നാടൻ തോട്ട വളരെയേറെ അപകടം പിടിച്ച ഒന്നാണ്. ഇതുമൂലം പലർക്ക് കൈകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്നീ കാണുന്ന ഒറ്റക്കൈയന്മാരെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ശേഷിച്ച ഒറ്റക്കൈ കൊണ്ട് അവർ വീണ്ടും തോട്ടയിടും. അങ്ങനെ ചിലരുടെ 2 കൈയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ശീമത്തോട്ട ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ടുള്ള അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഒരടിയോ അല്ലെങ്കിൽ അടിയോ നീളത്തിൽ തിരി നീട്ടി വെച്ചിരുന്നു. ആദ്യകാലത്ത് തോട്ട കത്തിച്ച് വെള്ളത്തിൽ ഇടുമ്പോൾ അതിന്റെ പുക കണ്ട് മത്സ്യങ്ങൾ അടുത്തേക്ക് വരുമായിരുന്നു. പിന്നെ അപകടം മനസ്സിലാക്കിയിട്ട് അവ ദൂരേക്ക് ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി. അതോടെ തിരുനാളം വളരെയേറെ കുറച്ചു. വെള്ളത്തിലേക്ക് തോട്ട വീഴുമ്പോഴേക്കും പൊട്ടും. അതോടെ മത്സ്യത്തിന് ഓടി രക്ഷപ്പെടുവാനായിട്ടും കഴിയില്ല. ഇങ്ങനെ തിരുനാളം കുറയ്ക്കുന്നത് കൊണ്ട് മറ്റൊരു അപകടമുണ്ട്. ചിലപ്പോൾ തോട്ട കയ്യിൽ ഇരുന്ന് പൊട്ടും. പിന്നെ കൈപ്പത്തി മുറിച്ച് കളയുകയല്ലാതെ മറ്റു മാർഗമില്ല. നേര്യമംഗലത്ത് നിന്നും 2 മൈൽ കിഴക്കായിട്ട് മറുനാടൻ തുരുത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ഞങ്ങൾ ഒരിക്കൽ തോട്ടയിട്ടു. തേക്കിലക്കാട്ടച്ചനും അന്ന് കൂടെ ഉണ്ടായിരുന്നു. കഴുതക്കയത്തിന്റെ മേൽഭാഗത്തായിട്ട് ചെകിട എന്ന് വിളിക്കുന്ന ഒരുതരം മത്സ്യം ധാരാളം ഉണ്ടായിരുന്നു. ആണും പെണ്ണുമുണ്ട്. ഇവ 1/2 അടി മാത്രം വെള്ളമുള്ള ഭാഗത്തേക്ക് വന്നാണ് മുട്ടയിടുക. കല്ലിന്റെ ഇടയിലൂടെ തിക്കി ഞെരുങ്ങിയാണ് മുട്ടയിടുക എന്ന് പറയപ്പെടുന്നു. അതിനെ പനഞ്ഞിൽ തല്ലുക എന്നാണ് പറയുന്നത്. ഒരാൾക്ക് വാരിയെടുക്കുവാൻ മാത്രം പാകത്തിൽ ധാരാളം മുട്ടകൾ അവിടെ കാണും. എന്നാൽ ഈ മുട്ടയാകട്ടെ തിന്നുവാൻ അത്ര നല്ലതല്ല. വായിൽ കിടന്ന് അലിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് വലിയ രുചിയുമില്ല.
എന്നാൽ മീനിന്റെ ഉള്ളിൽ നിന്നും പൊളിച്ചെടുക്കുന്ന പനഞ്ഞിൽ വളരെയേറെ രുചികരവും ഗുണകരവുമാണ്. ചെകിടമീൻ ധാരാളമുള്ള സ്ഥലത്ത് കുയിലും വരും. ചെകിട ഇടുന്ന മുട്ട തിന്നുക എന്നതാണ് കുയിലിന്റെ ലക്ഷ്യം. ഈ സമയമാണ് തോട്ട ഇടുവാനായിട്ട് പറ്റിയ സമയം. ധാരാളം കുയിലും ചെകിടയും ഒരുമിച്ച് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുമുണ്ട്. അച്ഛൻ തോട്ട കത്തിച്ചിട്ടു. കുറെ കഴിഞ്ഞാണ് പൊട്ടിയത്. അതിന് കാരണം തിരിനീളം വളരെയേറെ കൂടുതലായിരുന്നു. എങ്കിലും തോട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ധാരാളം മീൻ ചുറ്റുപാടുമായിട്ട് ചത്തുപൊങ്ങി. ആദ്യം പൊങ്ങി വരുന്നവയെ എടുക്കും. വെള്ളത്തിന്റെ അടിയിലും ധാരാളം മീൻ ചത്തുകിടപ്പുണ്ടായിരുന്നു. അവയെയും മുങ്ങിയെടുത്തു. വഞ്ചിയിലും തലച്ചുമടുമായിട്ടാണ് മീനെല്ലാം ചുമന്ന് നേര്യമംഗലം കണ്ടത്തിന് കുറുകെയുള്ള കരയ്ക്ക് എത്തിച്ചത്. അവിടെയാണ് ഞങ്ങളുടെ താമസ സ്ഥലവും. ഇന്നും ഓർക്കുന്നു. 40 തുലാത്തിലധികം ഉണ്ടായിരുന്നു അന്ന് നടത്തിയ മീൻവേട്ട. അതിനു മുൻപോ അതിനു ശേഷമോ ഒരു തോട്ടയ്ക്ക് അത്രയും മീൻ കിട്ടിയിട്ടില്ല. അമ്പലക്കയത്തിന്റെ മുകൾ ഭാഗത്തുള്ള ചിറ്റുകയത്തിൽ നിന്നും ഒരിക്കലൊരു തോട്ടയ്ക്ക് 30 തുലാം മീൻ കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഒന്നും കിട്ടാതെ മടങ്ങി വരേണ്ടിയും വന്നിട്ടുണ്ട്. പകൽ മുഴുവനും തോക്കുമായിട്ട് നടന്ന് മെനക്കെട്ട് വെടിവെച്ചാൽ ഏറിപ്പോയാൽ ഒരു 10 എണ്ണത്തിനെ കിട്ടും. അതെല്ലാം എടുത്ത് തൂക്കി നോക്കിയാലും 5 തുലാത്തിന് മുകളിൽ പോവില്ല. കൂടുതലും പാണ്ടൻ മീനിനെയാണ് വെടിവെക്കാറ്. 1.5 തുലാം വരെ വരുന്നതിനെ വെടിവെച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് 15 കിലോ. നെടുങ്കണ്ണി, വാഗ, ചേറ തുടങ്ങിയവ ചെറിയ മീനുകളാണ്. മിക്കതും 1 തുലാത്തിന് താഴെയേ വരൂ. 1/4 തുലാത്തിൽ കുറഞ്ഞ മീനുകളെ വെടിവെക്കാറില്ല. 1.5 തുലാം തൂങ്ങുന്ന കുയിലും 1/2 തുലാം തൂങ്ങുന്ന ചെകിടയും തോട്ടയിട്ട് കിട്ടിയിട്ടുണ്ട്. 1099 മുൻപ് വരെ പുഴയിൽ ധാരാളം മീൻ ഉണ്ടായിരുന്നു. എന്നാൽ 99 വെള്ളപ്പൊക്കത്തിന് ശേഷം കയങ്ങൾ പലതും നികന്നുപോയി. വെള്ളമുള്ള സ്ഥലങ്ങൾ വളരെയേറെ കുറവ്. അതുകൊണ്ട് തന്നെ മത്സ്യസമ്പത്തും കുറഞ്ഞു വന്നു. മീൻവെടിക്ക് പോകുന്ന സമയത്ത് ചീങ്കണ്ണി വെടിക്കും അവസരം കിട്ടും. മീൻ പൊന്തി വരുന്നത് നോക്കി പുഴക്കരയിലുള്ള മരത്തിന്മേൽ ഇരിക്കുമ്പോഴായിരിക്കും ചീങ്കണ്ണിയും പൊന്തി വരിക. അപ്പോഴതിനെ വെടിവെക്കും. ചീങ്കണ്ണി മാംസത്തിന് മത്സ്യത്തിന്റെ മാംസത്തിനോട് നല്ല സാമ്യമുണ്ട്. മുറുക്കം ലേശം കൂടുമെന്ന് മാത്രം. ഞാൻ ധാരാളം കഴിച്ചിട്ടുണ്ട്. ഒരിക്കൽ 16.5 തുലാം തൂങ്ങുന്ന ഒരു ചീങ്കണ്ണിയെ വെടിവെച്ചു. അതിന്റെ തല ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ആമ വേട്ടയും വളരെയേറെ രസകരമാണ്. 4 തുലാം തൂക്കം വരുന്ന ആമയെ വരെ കിട്ടിയിട്ടുണ്ട്. ആമയുടെ മാംസവും വളരെയേറെ സ്വാദിഷ്ടമാണ്. വെടിയേറ്റ് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴുന്ന ആമയെയും ചീങ്കണ്ണിയെയും എടുക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം. ചീങ്കണ്ണിയെയാണ് ഏറ്റവും അധികം പേടിക്കേണ്ടത്. അത് ചത്തോ ഇല്ലയോ എന്ന് പല വിധത്തിൽ പരീക്ഷിച്ച് ഉറപ്പുവരുത്തണം. എന്നിട്ടേ എടുക്കാവൂ. അല്ലെങ്കിൽ അവ കടിച്ച് മുറിവേൽപ്പിക്കും. വെടിയേറ്റത് താണ സ്ഥലത്ത് വഞ്ചിയിലിരുന്നു കൊണ്ട് നീളമുള്ള കമ്പിന്റെ അറ്റത്തായിട്ട് കെട്ടിയ മുപ്പല്ലി കൊണ്ട് പലതവണ കുത്തി പരീക്ഷിച്ചു നോക്കണം. അനേകം തവണ കുത്തുമ്പോൾ ചിലപ്പോൾ മാംസത്തിൽ കയറിയെന്നും വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ മുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. മുപ്പല്ലി അങ്ങ് ഉയർത്തിയെടുത്താൽ മതിയാവും. ചീങ്കണ്ണി വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരും. അനേകം തവണ കുത്തി നോക്കിയിട്ടും മുപ്പല്ലി മാംസത്തിൽ കയറാതെ വരുമ്പോൾ മാത്രമാണ് മുങ്ങിയെടുക്കുക. തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് അത് ചത്തോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് വലിയ പ്രയാസമില്ല. അപകടവും കുറവാണ്. ഈ രണ്ടിനത്തെയും വെടിവെക്കുന്നതും മുങ്ങിയെടുക്കുന്നതും വളരെയേറെ സൂക്ഷിച്ചു വേണം. എന്നാൽ 99 വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ 2 വർഗവും പുഴയിൽ വളരെ കുറഞ്ഞാണ് കാണപ്പെടുന്നത്. പുഴയിൽ നഞ്ചിട്ട് മീൻപിടുത്തം നടത്താറുണ്ട്. നേര്യമംഗലം അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് 1 മൈൽ മുകളിലായിട്ട് പുഴയ്ക്കൊരു വളവുണ്ട്. ഈ ഭാഗത്തിനെ ചുറ്റുകയമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വെള്ളം ചുറ്റിയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് വരുവാനുള്ള കാരണവും. ഈ കയത്തിൽ ഞങ്ങൾ പലതവണ നഞ്ചിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. 89നും 90നും ഇടയിൽ. കൃത്യമായിട്ടുള്ള വർഷം ഓർമ്മയില്ല. ഒരിക്കൽ ഒരു നഞ്ചു വേട്ട നടത്തിയത് ഇന്നും ഓർക്കുന്നു. ഒരു ഇടവം 26-ാം തീയതിയായിരുന്നു ആ വേട്ട നടത്തിയത്. ധാരാളമായിട്ട് മീൻ കിട്ടി. അന്ന് മടങ്ങി പോരുന്നതിന് മുൻപായിട്ട് ഏകദേശം ഒരു 4 മണിയോടുകൂടി ഒരു മരത്തിന്റെ ചുവട്ടിൽ തീ കത്തിച്ച് ഊണ് കാലാക്കി. അരിയും കറിയുമെല്ലാം പാകപ്പെടുത്തിയിട്ട് ഊണ് കഴിച്ച് പിന്നെ ഫാണ്ടക്കെട്ടെല്ലാം മടക്കിയിട്ട് യാത്ര തുടങ്ങുന്ന ആ സമയത്താണ് അതുണ്ടായത്. ഒരു കൂട്ടം തേനീച്ചകൾ ആർത്തിരമ്പി വന്ന് ഞങ്ങളെല്ലാം കുത്തുവാൻ തുടങ്ങി. ഓട്ടം, അട്ടഹാസം, ആകപ്പാടെ ബഹളമയം. എടുപ്പത് ചുമട് എല്ലാവർക്കുമുണ്ട്. കനം കുറയുവാനായിട്ട് മീനിന്റെ തലയെല്ലാം മുൻപേ തന്നെ വെട്ടിക്കളഞ്ഞിരുന്നു. എന്നിട്ടും പറ്റാതെ വന്നതുകൊണ്ട് കുറച്ച് മീനുകൾ വഴിയിൽ കളഞ്ഞിരുന്നു. തേനീച്ചയുടെ കുത്തുകൊള്ളാത്തവർ ആ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്കും കണക്കിന് കിട്ടി. 2-3 ദിവസത്തോളം നല്ല നീർക്കെട്ടുണ്ടായിരുന്നു. ഈ ഈച്ചകൾ എവിടെ നിന്നുമാണ് വന്നത് എന്നറിയണ്ടേ. ഞങ്ങൾ തീ കത്തിച്ച മരത്തിന്റെ മുകളിലായിട്ട് 3 വലിയ വൻതേനികൾ ഉണ്ടായിരുന്നു. അതായത് വൻതേനിന്റെ കൂടുകൾ. ഞങ്ങളുടെ ഊണ് കഴിയും വരെ കാറ്റ് മൂലം പുക മേൽപോട്ട് പോയില്ല. എന്നാൽ ഊണ് കഴിഞ്ഞപ്പോൾ കാറ്റിന്റെ ദിശ മാറി. പുക മേൽപോട്ട് ഉയർന്നു. തേനീച്ചകൾ ഇളകി വന്നു. ഈ നഞ്ചിന് ഏകദേശം 400ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ശരാശരി ഒരാൾക്ക് 3 തുലാം എന്ന നിലയെ കണക്ക് കൂട്ടിയാൽ പോലും ഏകദേശം 1200 തുലാം മീനുണ്ടായിരുന്നു. അതായത് 12,000 കിലോ മീന്. ഞങ്ങൾ ഉപേക്ഷിച്ച ചെറിയ ഇനം മീനുകളുടെ കണക്കെടുത്തിട്ടില്ല. ഈ നഞ്ചിൽ പങ്കെടുക്കുവാനായിട്ട് നിരവധി മുതലാളിമാരും ഉണ്ടായിരുന്നു. അവർക്കുണ്ടോ ചുമടെടുത്ത് പരിചയം. എങ്കിലും അവരും ചുമന്നു. കുറെ അങ്ങ് ചുമക്കുമ്പോഴേക്കും ക്ഷീണിക്കും. അപ്പോൾ കുറച്ച് മീൻ എടുത്തു കളയും. എന്നിട്ട് പിന്നെയും ചുമക്കും. കുറച്ചങ്ങ് മുൻപോട്ട് പോകുമ്പോൾ പിന്നെയും ക്ഷീണിക്കും. അപ്പോഴും കുറച്ച് മീൻ എടുത്തു കളയും. എനിക്കും 2-3 തവണ ഇങ്ങനെ മീൻ എടുത്ത് കളയേണ്ടി വന്നു.
വളരെയേറെ പ്രയാസപ്പെട്ടാണ് വീട്ടിലെത്തിയത്. അക്കൊല്ലം പതിവിലും വെള്ളം കുറവായിരുന്നു ചുറ്റുകയത്തിൽ. സാധാരണയായിട്ട് 6 or 7 പറ കടലാവണക്കിന്റെ കുരുവാണ് അരച്ച് കലക്കാറുള്ളത്. കടലാവണക്കെന്ന് പറഞ്ഞാൽ നീർവാളക്കുരു. ഇത്തവണയും അത്ര തന്നെ കലക്കി. വെള്ളം കുറവാണല്ലോ, അതുകൊണ്ട് നഞ്ച് കണക്കിന് പറ്റി. നഞ്ച ഇടുന്നതിന് മുൻപായിട്ട് കയത്തിന്റെ താഴെ ഭാഗത്ത് ചേരിടും. ചേര എന്ന് പറയുന്നത് വലിയ വലിപ്പമുള്ള ഈറ്റകൾ മുറിച്ചെടുത്ത് പിന്നെ അത് മെടഞ്ഞ് പുഴയുടെ താഴെയായിട്ട് ഉറപ്പിക്കുന്നതാണ്. അതിന്റെ പിൻവശം മറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ചാടിപ്പോവില്ല. നഞ്ച് പറ്റി വിഷമിച്ച് വരുന്ന മീന് ഈ ചേരിലേക്ക് വലിഞ്ഞു കയറും. അവിടെ ഇട്ട് അതിനെ തല്ലിക്കൊല്ലും. ഇങ്ങനെയാണ് മീൻപിടുത്തം. നഞ്ച ഇടുന്നത് കയത്തിന്റെ മേൽഭാഗത്താണ്. ആദ്യം നഞ്ചുംകുരു അരച്ച് ചണച്ചാക്കിൽ കെട്ടി വെള്ളത്തിലിട്ട് അനക്കിക്കൊണ്ടിരിക്കും. അരഞ്ഞയിടത്തോളം നഞ്ച് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അരയാതെ അവശേഷിക്കുന്ന നഞ്ച് പുറത്തെടുത്ത് വീണ്ടും അരച്ച് ചാക്കിലാക്കി വെള്ളത്തിലിട്ട് അനക്കും. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒഴുക്ക് നഞ്ച എന്നാണ് പേര്. ഒരു 5 മിനിറ്റ് തികച്ചും വേണ്ടി വരില്ല. നഞ്ചു പറ്റി വിഷമിച്ച് മീനുകൾ വെള്ളത്തിന്റെ മുകളിലേക്ക് ഉയർന്നു വരും. ആദ്യം ചെറിയ മീനുകളാണ് വരുന്നത്. അതായത് കൂരല്, വഴുത, പച്ചല, ചെകിട, പട്ടിപ്പല്ലൻ, വാള തുടങ്ങിയ മീനുകൾ. അവസാനം മാത്രമാണ് കുയിലിനെ കിട്ടൂ. ഉരുളൻ മീൻ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ലഭിക്കാറുള്ളൂ. നഞ്ചു പറ്റിയാലും അവ വെള്ളത്തിന്റെ മുകൾ തട്ടിലേക്ക് വരുന്നത് വളരെ അപൂർവമാണ്. വെടിക്കാർക്ക് വേണമെങ്കിൽ ആ മീനിനെ വെടിവെച്ചെടുക്കാം. അങ്ങനെ വെടിവെച്ചെടുക്കുന്ന മീനിന് നഞ്ചുകാർക്ക് അവകാശമില്ല. നരിമീനും ചുരുക്കമായിട്ട് കിട്ടാറുണ്ട്. നരിമീനും വാളയും തോട്ടയിടുമ്പോൾ അങ്ങനെ കിട്ടാറില്ല. കാരണം അവ പകൽ സമയത്ത് നദിയുടെ വളരെ ആഴത്തിലാണ് സഞ്ചരിക്കാറ്. അതുകൊണ്ട് തോട്ട അത്ര ഏശത്തില്ല. നരിമീന്റെ കാര്യമെടുത്താൽ ഇത് മീൻ വർഗത്തിൽ ഒന്നാമനാണ്. ഒരു നഞ്ചിന് കൂടിപ്പോയാൽ 8 or 10 അതിൽ കൂടുതൽ കിട്ടാറില്ല. മാംസത്തിനാകട്ടെ രുചിയും കൂടുതലാണ്, ഗുണവും കൂടുതലാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ മീൻവർഗം എണ്ണത്തിൽ വളരെ ചുരുക്കമാണ്. നഞ്ചിന്റെ പിറ്റേ ദിവസം പുഴയിൽ ചെന്ന് നോക്കണം. എന്തുമാത്രം മീനാണ് വെറുതെ ചത്തുപൊങ്ങി ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത്. തോട്ടയും നഞ്ചും മൂലം നമ്മുടെ മത്സ്യസമ്പത്ത് വളരെയേറെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ സമ്പ്രദായം നിർത്തലാക്കിയത്. TM ഇട്ടന്റെ കഥ ഇവിടെ തീരുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ആനച്ചാൽ ഡാമിൽ ഒന്ന് മീൻ പിടിക്കുവാനായിട്ട് പോയിരുന്നു. അതിന്റെ വീഡിയോ തൊട്ട് പിന്നാലെ വരുന്നതാണ്.